സോ ജെ തോംസണും റുദർഫോർഡിനും ശേഷം നീൽസ് ബോർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ബോർ ആറ്റം മോഡൽ. ഇതിൽ ആക്ച്വലി 2 പോസ്റ്റുലേറ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റുലേറ്റുകൾ നമ്മൾ അറിയണം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ് നമ്പർ 1 ഈസ് ദാറ്റ്, എന്ന് കേട്ടിരിക്കുക, ഞാൻ എന്നിട്ട് വിശദീകരിച്ചു തരാം. ആൻ ഇലക്ട്രോൺ കനോട്ട് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്ലാനറ്ററി മോഷൻ പോലെ റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് ഫൈനലി അത് ന്യൂക്ലിയസിൽ വന്ന് വീഴുമെന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ അങ്ങനെ ഇഷ്ടമുള്ള ഓർബിറ്റിലൂടെ പോകാൻ പറ്റില്ല. ദ ഇലക്ട്രോൺ ക്യാൻ only revolve around the nucleus in allowed orbits for which the angular momentum of the electron is an integral multiple of h cut. Electron is an integral multiple of h cut. h cut നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? h ബാർ എന്നോ മറ്റോ കേട്ടിട്ടുണ്ടോ? അതെ, റെസ്പോണ്ട് ചെയ്ത് ചോദിക്കുന്നതിനാരേലും. എച്ച് ബാർ എച്ച് കെട്ട് എന്നുള്ള വാല്യൂ കേട്ടിട്ടുണ്ടോ? എച്ച് കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിലാണ് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന് ഒരു പേപ്പർ ഉണ്ടോ ഈ വർഷം? തുടങ്ങിയോ എച്ച് കട്ട് അല്ലെങ്കിൽ എച്ച് ബാർ? എച്ച് കട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് h/2π എന്നാണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? എച്ച് ഏത് കോൺസ്റ്റന്റാ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വെരി ഗുഡ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ആൻഡ് ദാറ്റ് വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ പറയാവോ? 6.627 into 10 raised to minus 34. Very good. 6.627 into 10 raised to minus 34 joule second. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. The electron can only revolve around the nucleus in allowed orbits. അപ്പം ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നില്ലേ? ഇതിപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളുടെ ന്യൂക്ലിയസ് ഇരിക്കുകയാണ്. ഇത് ന്യൂക്ലിയസിന് ചുറ്റും അതിന് ഇഷ്ടമുള്ളിടത്തോടെ സഞ്ചരിക്കാൻ പറ്റില്ല. അതിന് ഓരോ അലൗഡ് ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സുകളിലൂടെ മാത്രമേ ഈ ഇലക്ട്രോണിന് ഇതിൻ്റെ ചുറ്റും സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ആംഗുലാർ മൊമെൻറ്റം. ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ലീനിയർ ആയിട്ടല്ലേ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പം അതിന് ലീനിയർ മൊമെൻറ്റം ഉണ്ടല്ലേ. റൊട്ടേഷൻ ആകുമ്പോൾ അതിന് കിട്ടുന്നതാണ് ആംഗുലാർ മൊമെൻറ്റം. ദ മൊമെൻറ്റം ഇൻ റൊട്ടേഷൻ. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ആംഗുലാർ മൊമെൻറ്റം. ആ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ അറിയാവോ? ആംഗുലാർ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റ് ബൈ ക്യാപിറ്റൽ എൽ.
ഒമേഗ ആംഗുലാർ വെലോസിറ്റി. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ, നോ പ്രോബ്ലം. ആംഗുലാർ വെലോസിറ്റി, എന്നാലേ നമുക്ക് മറ്റൊരു കാര്യം കൂടുതൽ പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾ, എനിക്ക് തോന്നുന്നു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു ചാപ്റ്ററിൽ ചിലപ്പം എൽ ഈസ് ഈക്വൽ ടു ഐ ക്രോസ് ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ല എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിച്ചിട്ടുണ്ടാവും. ഐ ഉണ്ട് എന്ന് സർ. പറയുന്നത് എം ആർ സ്ക്വയർ ഒമേഗ അല്ലേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഇനി വി ഈക്വൽ ടു ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും തമ്മിൽ റിലേഷനാണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പോൾ ഇതിനകത്ത് ഒരു ആറിനും ഓരോ ഒമേഗയ്ക്കും പകരം വി എന്ന് കൊടുത്താൽ എം വി പിന്നെ ഒരു ആറ് മിച്ചം വരും, ശരിയല്ലേ. എൽ ഈസ് ഈക്വൽ ടു എം വി ആർ. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. ഇതുകൊണ്ട് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കട്ടിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ, എൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ എച്ച് കട്ട്, ഓർ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. അവിടെ എൻ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആയിരിക്കും. അല്ല, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം തന്നെ എണ്ണൽ സംഖ്യ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റലിനെയാണ് എൻ ഈക്വൽ ടു 1 കൊടുക്കുന്നത്. സെക്കൻഡ് ഓർബിറ്റലിൽ എൻ ഈക്വൽ ടു 2 ആയിരിക്കും. തേർഡ് ഓർബിറ്റലിൽ എൻ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ ഇക്വേഷൻ. നമുക്കിതിനെ ഇക്വേഷൻ 1 എടുത്താൽ, ഇതിനെ ഇക്വേഷൻ 2 എടുത്താൽ കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? എൽ ഈസ് ഈക്വൽ ടു എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച് കട്ട്. കണ്ടോ? അപ്പോൾ ചോദിക്കും 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ചോദിക്കുന്നതാണ് പോസ്റ്റ്ലേറ്റ്സ്. ബോർഡിൻ്റെ പോസ്റ്റ്ലേറ്റിലെ ഒന്നാമത്താണ് ദ ഇലക്ട്രോൺ only revolve around the nucleus in particular orbits. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഉള്ളി അലൗഡ് ഓർബിറ്റിലൂടെ മാത്രമേ കറങ്ങുള്ളൂ. ആൻഡ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് കട്ട്. അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് കട്ട് ആയിരിക്കും. അതാണ് ഇക്വേഷനായിട്ട് എഴുതിയത് എൻ എച്ച് കട്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് കട്ടിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞേ? എച്ച് ബൈ 2π. സോ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷൻ്റെ കേസിലെ ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഈ ഇക്വേഷൻ ആണെങ്കിലും ഓർത്താൽ മതി, എൽ ഈസ് ഈക്വൽ ടു എം വി ആർ. ദെൻ വി ക്യാൻ കമ്പൈൻ ദീസ് ടു ഇക്വേഷൻ ആസ് എം വി ആർ ഓർ എൽ ഈസ് ഈക്വൽ ടു എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച്. ദാറ്റ് ഈസ് ദ ബോർസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ദ വാല്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം നമ്പർ പഠിച്ചിട്ടില്ലേ? എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കേട്ടിട്ടുണ്ടോ? എൻ ഈസ് ഈക്വൽ ടു റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ഓർബിറ്റ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്, 0 ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, എക്സ്ക്ലൂഡിങ് 0, 1 മുതലേ ഉള്ളൂ, ആദ്യത്തെ ഓർബിറ്റ് മുതലേ ഉള്ളൂ. ആൻഡ് എൻ ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത് നമ്മൾ കെമിസ്ട്രിയിൽ ക്വാണ്ടം നമ്പർ പഠിക്കുന്നതാണ്. എൻ, എൽ, എം എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമെട്രിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, സ്പിൻ ആംഗുലാർ ക്വാണ്ടം, അങ്ങനെ കേട്ടിട്ടുള്ളതല്ലേ ഇത്? സോ അതിനകത്ത് നിന്ന് വരുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് ഈ എൻ എന്ന് പറയുന്നത്. എൻ റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ഓർബിറ്റ്. ഒന്നെങ്കിൽ അങ്ങനെ പറയാം, നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റ് ആണ് എൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം എൻ എന്ന് പറയുന്നതിന് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? സോ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഇതിനുശേഷം അദ്ദേഹം രണ്ടാമത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്? പോസ്റ്റുലേറ്റ് നമ്പർ 2,
ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഒരു സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്നാണ്. ഒരു ലോവർ എനർജിയിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയും അതൊരു എനർജി സ്വീകരിച്ച് അപ്പർ ലെവലിലേക്ക് പോവുകയും ചെയ്തെന്ന് ഓർക്കുക. അപ്പം എന്നാ പറ്റും? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ താഴെ നിന്ന് മുകളിലോട്ട് ജമ്പ് ചെയ്യും. പക്ഷെ മുകളിൽ ചെല്ലുമ്പോൾ അതിന് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് അത് അവിടുന്ന് തിരിച്ച് താഴേക്ക് പോരുകയും ചെയ്യും. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു സ്പെക്ട്ര എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഓർമ്മിക്കുന്ന? അപ്പം ഇത് ഇവിടുന്ന് ഒരു എനർജീനെ ഒരു വേവ് ആയിട്ട് നമുക്ക് പുറത്ത് തരും. സോ വൺ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഫ്രം എനർജി ഫ്രം ലോവർ ലെവൽ ഓർ ഇനിഷ്യൽ, ഇവിടെ വേണേൽ ഈ ഫൈനൽ എഴുതാം, ഐ ഇനിഷ്യലിൻ്റെ ഇനിഷ്യലിൽ നിന്ന് ഫൈനലി പോകും. പക്ഷേ ഡ്യൂ ടു ദ അവിടെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഫൈനലിൽ നിന്ന് അവൻ തന്നെ തിരിച്ച് താഴെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോഴത് കുറച്ച് എനർജി പുറത്തേക്ക് തരും. ഇങ്ങനെ ഇതിപ്പം റേഡിയേഷൻ ആയിട്ടാണ് എനർജി പുറത്ത് തന്നെ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി എത്രയാണെന്നാണ് ബോർ അടുത്തതായി പറഞ്ഞത്. സോ ആൻ ആറ്റം, നിങ്ങളെ നോട്ട് എൻ്റെ കൂടെ കൃത്യമായി മനസ്സിലാക്കി എഴുതി വരണം. ആൻ ആറ്റം റേഡിയേറ്റ്സ് എനർജി only എപ്പോഴാണ്? when an electron jump from a stationary orbit of higher energy to lower energy. അവിടുന്ന് അങ്ങനെ അത്രയും പറഞ്ഞാൽ മതി. when an atom radiates energy only when an electron jumps from a stationary high energy orbit to lower energy orbit. വേണമെങ്കിൽ പടമൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നോക്കുന്നവർക്ക് ഇടാനൊരു ഇത് തോന്നും. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൻ്റെ ഇക്വേഷൻ, ഈയുടെ ഇക്വേഷൻ എന്നാ? എനർജിയുടെ ഇക്വേഷൻ E is equal to എച്ച് ന്യൂ. ഈ എച്ച് ന്യൂവിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ഒന്നെങ്കിൽ ഈ ഫൈനൽ മൈനസ് ഈ ഇനിഷ്യലിന് എഴുതാം, അല്ലെങ്കിൽ ഈ ഐ മൈനസ് ഈ ഫൈനൽ. നമുക്ക് വേണമെങ്കിൽ പോസ്റ്റുലേറ്റിൽ അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഐ മൈനസ് ഇ എഫ്. ആ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കും. ഇതായിരുന്നു രണ്ട് പോസ്റ്റുലേറ്റ്. ഒന്ന് പറഞ്ഞു ഇലക്ട്രോൺ ഉള്ളി ഓർബിറ്റിലൂടെ മാത്രമേ കറങ്ങുകയുള്ളൂ വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ മൊമെന്റം എൻ എച്ച് ഗട്ട്. രണ്ടാമത് പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രോൺ താഴ്ന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴത്തേക്കോ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എമിറ്റ് ഓർ റേഡിയേറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂവിന് തുല്യമായിരിക്കും. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇനിയിപ്പോൾ എച്ച് ന്യൂ ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂ അങ്ങനെ കണ്ടുപിടിക്കാം. ന്യൂ ഈസ് ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ് ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഹെഡിങ് ബോർ ഫോർമുല. നീൽസ് ബോർ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ മാത്രമേ മോഷനിൽ ഏർപ്പെടുകയുള്ളൂ. അതിൻ്റെ ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് എൻ എച്ച് ഗട്ടായിരിക്കും.
ഓർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് കട്ടായിരിക്കും. സെക്കൻഡ് പോസ്റ്റലിൽ നമ്മൾ പറഞ്ഞു ഒരാറ്റം ഒരു എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് ഫൈനൽ ലെവൽ, സ്റ്റേഷനറി ഫൈനൽ ലെവലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഇനിഷ്യൽ ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ്. ഇനി ബോർ ഫോർമുല, അതിൻ്റെ റേഡിയസ് എത്രയാണ്, ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയാണ്, എനർജി എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോകണം. അപ്പം ആദ്യം ഞാനൊരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യും. ഇതിപ്പോൾ ഒരു ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ. ഇതിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്, ശരിയല്ലേ? ഒരു ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അല്ലെങ്കിൽ എത്ര ആറ്റോമിക് നമ്പർ ഉണ്ടോ അതേ ഇൻറ്റു പ്രോട്ടോണിന്റെ ചാർജ്, അല്ലേ? ഇലക്ട്രോൺ ഈ നെഗറ്റീവ് കൊടുത്താൽ ഈ മൈനസ് ഇലക്ട്രോൺ ആയി, ഈ പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രോട്ടോൺ. സോ ഇസഡ് ഇ ഈസ് ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്, ആറ്റോമിക് നമ്പർ ഇൻറ്റു ചാർജ് ഓഫ് ദ പ്രോട്ടോൺ. ഇനി ഇപ്പം ഇതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. നമ്മൾ കൂളോംസ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ? കൂളോംസ് ലോ, ആർഷാരാജ്, കൂളോം ലോ അറിയാവോ? കൂളോം ഫോഴ്സിന്റെ എഫിന്റെ ഇക്വേഷൻ ആഷിന, കൂളോം ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 into Q1 Q2 by R square. F is equal to 1/4πε0 Q1 Q2 by R square. അപ്പം ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് എടുത്തു. R ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. R ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. അപ്പം ഈ Q1 പകരം ഇവിടെ ഏതാ ഉള്ളത്? ഇസഡ് ഇൻറ്റു ഇ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ആണ് കറങ്ങുന്നത്. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? F is equal to 1/4πε0 ZE into E by R square. ഞാൻ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്ത്, അപ്പം നെഗറ്റീവ് ഉപേക്ഷിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 ZE square by R square. That is taken as equation number 1. F is equal to, ഇവിടെ വരെ മനസ്സിലായോ? നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്തു, അതിൻ്റെ ന്യൂക്ലിയസ് എടുത്തു. ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇസഡ് ഇൻറ്റു ഇ ആണ്. ഒരു ഓർബിറ്റിലൂടെ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂളോം ഫോഴ്സ് വെച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓർ കൂളോം ഫോഴ്സ്, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുത്തു. 1/4πε0 Q1 Q2 by R square. Q1ന്റെ സ്ഥാനത്ത് ഇസഡ് ഇ, ഇതിൻ്റെ സ്ഥാനത്ത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇ കൊടുത്തു. ഇയും ഇയും ഇ സ്ക്വയർ ആയി 1/4πε0 ZE square by R square. ഇപ്പം ഈ കൂളോം ഫോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിനെ അകത്തേക്ക് വലിച്ചു പിടിക്കുക, ശരിയല്ലേ? പക്ഷെ ഇതൊരു കൃത്യമായ ഓർബിറ്റിലൂടെ കറങ്ങണമെങ്കിൽ ഇതിനെ പുറത്തേക്ക് വലിച്ചു പിടിക്കുന്ന ഒരു ഫോഴ്സ് വേണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. or the force in outward direction. So centrifugal force in the equation അറിയാവോ? Centrifugal force R radius ഉണ്ടെങ്കിൽ mv square by R. Centrifugal force in the equation ആണ് F is equal to
എം വി സ്ക്വയർ ബൈ ആർ. വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ നോക്കിക്കേ, എപ്പോഴാണോ ഈ രണ്ട് ഫോഴ്സുകളും തുല്യമാകുന്നത്, അകത്തോട്ടുള്ള ഫോഴ്സും പുറത്തോട്ടുള്ള ഫോഴ്സും തുല്യമാകുന്നത്, അപ്പോൾ ഈ ഇലക്ട്രോൺ നമ്മളുടെ ഓർബിറ്റലിൽ സ്റ്റേഷനറി ആയിരിക്കും. അല്ലെങ്കിൽ അകത്തോട്ടും തെറിച്ചു പോയാലോ പുറത്തോട്ടും പോയാലോ കൃത്യമാകും ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നുള്ളൂ. സോ എഫ് ഫിസിക്കലി 1/4πε0 ഇസഡ് ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നമുക്ക് 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും നമുക്ക് ഒന്നാന്ന് ഇവിടെ പറയാം. സോ equate 1 equal to 2, then 1/4πε0 z e square by r square, that is equal to mv square by r. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട് താഴെ, ഇവിടെ ഒരു ആർ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എങ്ങനെ വരും? 1/4πε0 c square by r equal to mv square. Taken as equation number 3. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുത്തു. ഇവിടെ ആഷിന മനസ്സിലായി അവിടം വരെയും? ആർഷ രാജ് കിട്ടിയോ? ആദ്യം നിങ്ങളെ ചോദിച്ചു ഇത് റെസ്പോണ്ട് ചെയ്തേ. ആർഷ രാജ് കേൾക്കാവോ? അശ്വിൻ എസ് പി, ഉണ്ണിമായ, ഹലോ. കിട്ടി സാർ. ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം, വലിയ ഡെറിവേഷൻ ആണ്, എവിടെയെങ്കിലും തെറ്റിപ്പോകല്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വി സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിങ്ങൾ അവിടെ ഒന്ന് വി സ്ക്വയറിന്റെ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് എന്നാ ചെയ്യാൻ പോകുന്നത്? വി സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലിന്റെ ബോർ ആറ്റം മോഡൽ അദ്ദേഹം പറഞ്ഞ ബോർസ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് അതെന്നായിരുന്നു? ബോർസിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്നായിരുന്നു? എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച് ഓർ എൻ എച്ച് ബൈ 2π എന്നായിരുന്നു അല്ലേ? ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരുന്നെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. സോ ഹിയർ എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. നമുക്ക് വി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ ഇവിടുന്ന് വി എഴുതാം. വി ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π ഇൻറ്റു എം ആർ. ഇവിടുന്ന് താഴത്തേക്ക് എം ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2πm ആർ. എന്നാൽ വി സ്ക്വയർ കാണാൻ എഴുതാൽ മതി, സ്ക്വയർ ചെയ്താൽ മതി. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. എത്തി അവിടം വരെയും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4π സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ. കിട്ടിയ അവിടം വരെയും? കിട്ടി സാർ. എന്നാൽ നമുക്ക് ആ വി സ്ക്വയറിന്റെ വാല്യൂ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 4 in 3. ഇത് ഇങ്ങ് കൊടുത്തു കഴിയുമ്പോഴോ നന്നായിട്ട് ശ്രദ്ധിച്ചെഴുതണം. 1/4πε0 c സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഈ സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടി? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ. ശരിയല്ലേ?
ഇനി നമുക്ക് രണ്ട് വശത്തും കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളെ വെട്ടിക്കളയാം. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ സ്ക്വയർ വെട്ടിക്കളയാം. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, അത് വെട്ടിക്കളയാം. ഇവിടെ മിച്ചം ഏതുണ്ട്? ഇസഡ് ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ഉണ്ടല്ലേ. അപ്പം ഇസഡ് ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ഈക്വൽ ടു എം ഇൻറ്റു എൻ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു എമ്മും എം സ്ക്വയറും വെട്ടിക്കളയായിരുന്നു. അതിന് അവിടെ കിടക്കട്ടെ, നമുക്ക് ഈ സ്റ്റെപ്പിൽ വെട്ടാം. പൈ ഇൻറ്റു എം സ്ക്വയർ ആർ. അപ്പം നമുക്ക് ആ എമ്മും എം സ്ക്വയറിൽ ഒരു എമ്മും തമ്മിൽ വെട്ടിക്കളയാം. അഗെയിൻ ദാറ്റ് ഇക്വേഷൻ റീറൈറ്റ് ആസ് ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ആർ. ഇനി ഈ ഓർബിറ്റിന്റെ ആറ്, റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ആറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ആറിനെ ഒരു വശത്തേക്ക് കൊണ്ടുവരണം. സോ ആറിനെ ഇങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മുകളിലോട്ട് പോവും, ഇത് ഇങ്ങോട്ട് പോവും, ഇത് അങ്ങോട്ട് പോവും. ആർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ പൈ എം ഇസഡ് ഇ സ്ക്വയർ പൈ എം ഇസഡ് ഇ സ്ക്വയർ. That is equation number 5, and that is the final formula for the radius of the orbit. So the radius of the orbit r is equal to n square h square epsilon 0 divided by pi m z e square. എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്, സോറി, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ല, ഓർബിറ്റൽ നമ്പർ, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്, പൈ 3.14, എം മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ശ്രദ്ധിച്ചോണം കേട്ടോ, മാസ് ഓഫ് ദ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതിൻ്റെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എടുത്തത്. ഇസഡ് ആറ്റോമിക് നമ്പർ, ഈ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇക്വേഷനോട് എഴുതാം. ആർ എന്ന് പറയുന്നത് എൻ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും. ഇനി ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം ആർ എൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ. അപ്പോൾ R1 ആണെങ്കിൽ R1 ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 സ്ക്വയർ 1. R2 ആണെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 4. R3 ആണെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 9 എക്സെട്ര. അത്രയുണ്ട് ISA to find out the radius of the orbit based upon Bohr atom model. ഫൈനലി ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ നമുക്ക് എന്നാ കിട്ടി? RN അല്ലേ, റേഡിയസ് ഓഫ് ദ nth ഓർബിറ്റ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ പൈ എം ഇസഡ് ഇ സ്ക്വയർ. ഇങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയത്? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇവിടം വരെയല്ലേ എത്തിയുണ്ടായിരുന്നുള്ളൂ. എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ പൈ എം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഫോർ ഹൈഡ്രജൻ ആറ്റം ഈ ഇക്വേഷൻ എന്ത് വ്യത്യാസം വരും? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 1. അപ്പൊ ഇസഡിന് നമ്മൾ എന്നാന്ന് കൊടുക്കണം? 1 എന്ന് ഇക്വേഷന് കൊടുക്കാം. അപ്പോൾ ആർ എൻ എന്നാകും? ആർ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ. ശരിയല്ലേ? 5.7 കൊടുത്തു തരുവാണ്.
ശരിയല്ലേ പറഞ്ഞത്? ആ ഇസഡിന് 1 എന്ന് കൊടുക്കുമ്പോൾ ഇസഡ് അങ്ങ് പോയി, പിന്നെ അതില്ല അവിടെ, പൈ എം ഇ സ്ക്വയർ മാത്രമാവും. സോ ഇതിനകത്താണ് നമ്മൾ മുമ്പേ പറഞ്ഞത് ആർ എൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ. അങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെ എഴുതണം, പ്രൂവ് ചെയ്യണം. ഇനി ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോബ്ലം ചോദിക്കുന്നതെങ്കിൽ എൻ എത്ര അതിനകത്ത്? ഫസ്റ്റ് ഓർബിറ്റിൽ തരുന്നെങ്കിൽ N1, സെക്കൻഡ് ഓർബിറ്റ് ആണ് 2. എച്ചിന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേ? 6.624 സംതിങ്, 625 into 10⁻⁻34. Then epsilon 0 permittivity as free space 8.854 into 10⁻⁻12. Then പൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 3.14. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻19. Mass of the electron, that is equal to 9.11 into 10⁻⁻31. ഇതൊന്ന് വേണേ എഴുതിയെടുത്തേക്കാവോ? പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ, അപ്പം ഈ വാല്യൂ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R1 എത്രയാ വാല്യൂ കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. R1 ഈസ് ഈക്വൽ ടു 0.053 നാനോമീറ്റർ. അപ്പം ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് റേഡിയസിൻ്റെ വാല്യൂ, 0.053 നാനോമീറ്റർ. ഇത് R1 ആണെന്ന് കിട്ടി. നമ്മൾ മുമ്പേ എന്നാ പറഞ്ഞത്? R1 ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ എന്നാ പറഞ്ഞല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നോക്കി, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പം R2 ചോദിച്ചാൽ എന്നാണെന്ന് വെച്ചാൽ എൻ സ്ക്വയർ ഇൻറ്റു ഈ വാല്യൂ 0.053 നാനോമീറ്റർ. അപ്പം എൻ ഇവിടെ 2, അപ്പം 2 സ്ക്വയർ ഇൻറ്റു 0.053 നാനോമീറ്റർ. 2 സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാ? 4 ഇൻറ്റു 0.053 നാനോമീറ്റർ. സെക്കൻഡ് റേഡിയസിനാണ്. ഇനി തേർഡ് റേഡിയസ് ചോദിക്കുന്നെങ്കിൽ R3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 0.053 നാനോമീറ്റർ. ഫോർത്ത് ചോദിച്ചാൽ R4 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ഇൻറ്റു 0.053 നാനോമീറ്റർ. എക്സെട്ര. അങ്ങനെ ഏതിൻ്റെ വേണമെങ്കിലും ചോദിക്കാൻ പരീക്ഷയ്ക്ക്. Rn ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇൻറ്റു 0.053 നാനോമീറ്റർ. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഈ വാല്യൂ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 0.053. എന്നിന് 1 കൊടുക്കാം നമുക്ക് കിട്ടണേ. ഇപ്പം എന്നിന് 2 കൊടുത്താൽ തന്നെ കിട്ടും 2 സ്ക്വയർ ഇൻറ്റു കിട്ടിയ വാല്യൂ. 3 കൊടുത്താൽ 3 സ്ക്വയർ ഇൻറ്റു ആ വാല്യൂ. 4 കൊടുത്താൽ 4 സ്ക്വയർ ഇൻറ്റു ആ വാല്യൂ. ജനറലി വി ക്യാൻ റൈറ്റ് ആസ് n കൊടുത്തു കഴിഞ്ഞാൽ n സ്ക്വയർ ഇൻറ്റു 0.6 അല്ല കേട്ടോ, 0.053. 6 പോലെ തോന്നിയെങ്കിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. 0.053. ക്ലിയർ ആയോ? ശ്രീരാജേഷ് എഴുതിയെടുത്തോ നിങ്ങൾ?